എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വേണു രേവതിയോടും അനാമികയോടുമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് പോകുന്നത് തല്ലുകൊള്ളാനാണ്, അതുകൊണ്ട് ഒന്ന് പ്രിപ്പയർ ആയി പോകാമെന്ന്. അന്നേരം ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ എല്ലാവരും നമ്മളവിടെ പോയി ഒന്നാന്തരമായിട്ട് അലമ്പാനാണ് പോകുന്നത്, കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചോണോ എന്ന് പറയുമ്പം സംസാരിക്കാനുള്ളതൊക്കെ നിങ്ങളങ്ങ് സംസാരിച്ചാൽ മതിയെന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ മാത്രം സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ആ നിശ്ചയം അലമ്പിക്കളയാം, അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, പറയാനുള്ളതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞോളാം, എനിക്ക് ആ കാര്യത്തിൽ വലിയ പേടിയൊന്നും ഇല്ല എന്ന്. അന്നേരം വേണു പറയുന്നുണ്ട്, നമ്മൾ തല്ലുകൊള്ളാനാണ് പോകുന്നത്, അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, എങ്ങനെ തല്ലുകൊണ്ടാലും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, കാരണം ഇപ്പം തന്നെ കടം നമ്മളെ മൂടി നിൽക്കുവാണ്, ഇനിയും അവർക്ക് പൈസ കൊടുത്തില്ല എങ്കിൽ അവർ വീട്ടിൽ കയറുമെന്ന് നമ്മളെ തല്ലും, അതിനെയൊക്കെ ഭേദമാണല്ലോ ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കുന്നത് എന്നൊക്കെ പറയുമ്പം രേവതി ചോദിക്കുന്നുണ്ട്, അതിന് ഇന്ന് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുമോ, അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ എന്ന്. അന്നേരം വേണു പറയുന്നുണ്ട്, ഫലം ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഏതായാലും ഈ നിശ്ചയം നടക്കരുത്, ഏതായാലും ഉടനെയൊന്നും ഒരു തീരുമാനം ആകില്ലായിരിക്കും, അങ്ങനെ ആകാനായിരുന്നു ചാൻസ് എങ്കിൽ അവർക്ക് പണ്ടേ നമുക്ക് പൈസ തന്ന് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യായിരുന്നു, അത് ചെയ്തില്ല, ഏതായാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളങ്ങ് ചെയ്തു വെച്ചേക്കാം, പിന്നീട് നമുക്കൊരു വിഷമം തോന്നരുത് എന്നൊക്കെ പറയുന്നു. ഏതായാലും രണ്ടും കൽപ്പിച്ച് തല്ലുകൊള്ളുവാണെങ്കിൽ തല്ലുകൊണ്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയറായി അവരവിടുന്ന് ഇറങ്ങുവാണ്. ഈ സമയം അനന്തപുരിയിൽ പൂജകൾ നടക്കുന്നു. ഏതായാലും സ്വാമി വന്നിട്ട് അവരുടെ ജ്യോതിഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് പൂജയും ചെയ്യുന്നത്. ഏതായാലും അങ്ങേര് വന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, വീടിനുള്ളിലെ പെൺകുട്ടിയും ആണും ആയതുകൊണ്ട് ഞാൻ ജാതകം നോക്കിയില്ല എന്ന്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അതിന് ഞാൻ പരിഭവമൊന്നും പറഞ്ഞില്ലല്ലോ, ആദ്യത്തെ ജാതകം നോക്കിയാണ് നിങ്ങൾ വിവാഹം നടത്തിയത്, അന്നേ ഞാൻ പറഞ്ഞായിരുന്നു ആ വിവാഹം നടത്തുന്നതിലും ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന്, പക്ഷേ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സാർ ആ കല്യാണം നടത്തുമായിരുന്നു എന്ന് അങ്ങേര് പൂജാരി പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ വിവാഹം നടന്നതിൻ്റെ പേരിൽ അനി അനുഭവിക്കാൻ ഒന്നുമില്ല, അവൻ അതിനുശേഷം സമാധാനം കിട്ടിയിട്ടില്ല എന്ന്. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഈ വിവാഹത്തിനും അവന് താല്പര്യമൊന്നുമില്ല, അതും ഒരു പ്രശ്നമാണ് എന്ന്. അന്നേരം പൂജാരി പറയുന്നുണ്ട്, അത് ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞതല്ലായിരുന്നോ എന്ന്. അന്നേരം ഇതിനിടയ്ക്ക് താൻ സ്വാമി പോയി കണ്ടായിരുന്നോ എന്ന് മുത്തശ്ശൻ ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, കുടുംബക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ അവിടെയും കൂടി കയറിയായിരുന്നു, അന്നേരം അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, എന്നിട്ട് എന്താ താൻ അതൊന്നും എന്നോട് പറയാതിരുന്നത് എന്ന്. അന്നേരം മുത്തശ്ശി പറയുവാണ്, നിങ്ങൾ തീരുമാനിച്ച ഒരു കല്യാണം എന്തൊക്കെ സംഭവിച്ചാലും നടത്തുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന്. അന്നേരം സ്വാമി പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ ഈ വിവാഹം നടത്താൻ ശ്രമിച്ചു, പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും, അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം എന്ന്. അങ്ങനെ പൂജകളൊക്കെ തുടങ്ങുന്നു. അന്നേരം അതിനിടയ്ക്ക് മുത്തശ്ശൻ പറയുവാണ് കനകയോട്, ഏതായാലും ഇവൻ്റെ നിശ്ചയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നന്ദുവിൻ്റെയും കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം, അതുപോലെ ജയ, നീ ഇന്നാളൊരു ചെറുക്കൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, നല്ല ചെറുക്കനാന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ എന്നിങ്ങനെയോടെ സൂചിപ്പിക്കുക. അന്നേരം ജയൻ പറയും, അതെ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകനാണ്, അവൻ നേവിയിലാണ്, ഇടയ്ക്ക് വന്നപ്പം എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടത്തണം, ഒരു സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടിയെ വേണമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം കനക പറയും, ജാതകം അയച്ചു തരാൻ പറ, നമുക്ക് ചേരുമോ നോക്കാമല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കല്യാണമായിട്ട് മുന്നോട്ട് പോകാമെന്ന്. അതുപോലെ ഗോവിന്ദൻ അതിൻ്റെ കൂടെ പറയുവാണ്, ഏതായാലും ആദർശമോൻ്റെ അച്ഛൻ കൊണ്ടുവരുന്ന കല്യാണം അത്ര മോശമാകില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്ന്. എന്ത് കാര്യം പറഞ്ഞാലും അവർക്കൊന്ന് പുകഴ്ത്തണം, അതിനിടയ്ക്ക് എങ്കിലും ഒരു സമാധാനമുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പുച്ഛമാട്ടോ നവ്യയുടെ മുഖത്ത്. ഏതായാലും പെണ്ണ് റെഡിയായി നല്ല സുന്ദരിക്കുട്ടിയായിട്ട് തന്നെ ഒരുങ്ങി ഇറങ്ങി വരുന്നു. വന്ന് ഇരുന്ന് കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നല്ല സുന്ദരി മോളായി കേട്ടോ എന്ന്. എന്നിട്ട് മുത്തശ്ശി പറയും, ഇന്നത്തെ വിവാഹ നിശ്ചയം കഴിയുന്നതോടുകൂടി അനി നിൻ്റേതാകും കേട്ടോ എന്ന്. ഇന്ന് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ പാതി കല്യാണമാണ് എന്നുകൂടി പറയുമ്പം പൂജാരി പറയുന്നുണ്ട്, എന്ത് പാതി കല്യാണം എന്ന് പറഞ്ഞാലും താലി കെട്ട് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, എൻ്റെ മോളായതുകൊണ്ട് പറയുമല്ല, ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ അത് അനിയുടെ ഭാഗ്യമാണ്, അവൻ്റെ രണ്ടാം കെട്ടാണ്, അപ്പം അവന്തിയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നത് അവൻ്റെ ഭാഗ്യമല്ലേ, എന്നിട്ടും അവൻ്റെ മുഖത്തിന് ഒരു തെളിച്ചുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, ഇനി ആ തെളിച്ചത്തെപ്പറ്റി ആരും ചിന്തിക്കുമൊന്നും വേണ്ട, വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അവനങ്ങ് അഡ്ജസ്റ്റഡ് ആയി പൊയ്ക്കോളും എന്ന്. അതുപോലെ ജയൻ പറയുന്നുണ്ട്,
ഇനിയിപ്പം ജാനകിയുടെ മരുമോളായിട്ട് വരുന്നത് അവന്തിക മോളായതുകൊണ്ട് ഇനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മായിമ്മ പോരൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കോളും എന്ന്. അന്നേരം ജാനകി പറയുവാണ്, കുടുംബത്തിൽ പിറന്ന കുട്ടികളാണ് വീട്ടിലോട്ട് കയറി വരുന്നതെങ്കിൽ സാധാരണ നിലയിൽ അങ്ങനെ അമ്മായിമ്മ പോരൊന്നും ഉണ്ടാകാറില്ല എന്ന്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല, ഇന്നത്തെ കാലത്ത് അമ്മായിമ്മയും മരുമോളും ഒത്തുപോകുന്നത് വളരെ ചുരുക്കമാണ് എന്ന്. അന്നേരം ജാനകി പിന്നെയും പറയുന്നുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയതാണ് എൻ്റെ മോളെ, ഇവള് എൻ്റെ മരുമോളായിട്ട് വരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്തിനാ ഞാൻ അവളോട് അമ്മായിമ്മ പോര് കാണിക്കുന്നത്? പിന്നെ വേറെ ചിലരായിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാത്ത പലതും ഇവിടെ നടന്നേനെ എന്ന് പറഞ്ഞിട്ട് കനകേനെ ഇടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കുവാണേ. അത് കനകയ്ക്ക് മനസ്സിലായി, കനകയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നൊന്നുമില്ല. ഏതായാലും ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അനി അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. അനിയുടെ മുഖത്ത് ആകെ വിഷമമാണ്. അന്നേരം അത് കണ്ടിട്ട് ജയൻ, അവൻ്റെ മുഖത്ത് ഇപ്പോഴും ഒരു തെളിച്ചുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അജയൻ, ഇങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങി വാടാ, ചടങ്ങിനുള്ള സമയമായി എന്ന് പറയുന്നു. ആകെ വിഷമിച്ച് ആടി ഒലഞ്ഞ് പയ്യെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ് അനി. എന്നിട്ട് അവിടെ ഇരിക്കൂട്ടോ, എനിക്ക് ആകെ വിഷമമാണ്. അന്തേക്കും മുത്തശ്ശി, മോനെ ഇന്നത്തോട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്തിക മോള് നിൻ്റെയാ, അതുകൊണ്ട് ഇതിന് ശേഷം ഈ വിവാഹ നിശ്ചയത്തിന് ശേഷം മോൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കണം, അതുപോലെ മോളോട് സംസാരിക്കുകയും സഹകരിക്കുകയും ഒക്കെ വേണം കേട്ടോ എന്നൊക്കെ പറയുന്നു. അന്നേരം അനിയുടെ മുഖത്ത് ആകെ വിഷമാണ്. അനി ഒന്നും മിണ്ടുന്നില്ല. അന്നേരം നവി അവിടെ നിന്ന് മനസ്സിലോർക്കുന്നുണ്ട്, ഈശ്വര, ഈ വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, അതൊന്നും ഫലം കാണിയല്ലേ, എങ്ങനെയെങ്കിലും ഇതൊന്നും മുടക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം അജയൻ അവിടെ നിന്ന് ചോദിക്കുവാണ്, അതെ വക്കീലെ, എപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഇലയിട്ട് ഊണ് തരുന്നത് എന്ന്. അന്നേരം അത് ഞാൻ പലതവണ ചോദിച്ചു കഴിഞ്ഞു എന്ന് ആദർശ് പറയും. അന്നേരം നല്ലൊരു പെണ്ണിനെ ഞങ്ങൾ അന്വേഷിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും നവീൻ പറയുവാണ്, അങ്ങനെ നിങ്ങളാരും അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം കനക ചോദിക്കുക, അതെന്താ മോനെ പറയാത്തത്? അങ്ങനെ പറഞ്ഞാലല്ലേ അവർക്ക് ഇഷ്ടമാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ, ഇതൊന്നും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്നു. അന്നേരം നവീൻ പറയുന്നുണ്ട്, അത്യാവശ്യം തൻ്റെ ഉള്ള ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്തത് എന്ന്. അന്നേരം നയന പറയുവാണ്, അങ്ങനെ തൻ്റെ ഉള്ള പെൺകുട്ടിയാണെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ നിന്ന് അങ്ങ് കളയുന്നതാട്ടോ നല്ലത് എന്ന്. അന്നേരം അവിടെ നിന്ന് ജലജ പറയുക, തൻ്റെ ഇടത്തിൻ്റെ കാര്യമാണെങ്കിൽ എൻ്റെ മരുമകൾ കണ്ടോ, തൻ്റെ ഇടത്തിന് കൈയും കാലും വെച്ച സാധനമാണ് എന്ന്. അന്നേരം നവി പറയും, അങ്ങനെ തൻ്റെ ഇടം വെച്ചവരെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് മാറി തന്നേക്കാം എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കും, എന്നതാ ജലജ, ഒരു നല്ല ചടങ്ങ് നടക്കുമ്പോഴും നിനക്ക് ഇങ്ങനെ സംസാരിച്ചാലേ പറ്റുള്ളൂ, ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നു. എന്തായാലും ഇത്രയും സംസാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ചടങ്ങുകളിലേക്ക് കിടക്കാമെന്ന് പറയുന്നു. പൂജാരിയുടെ പൂജകളൊക്കെ തുടങ്ങുന്നു. ഇതിനിടയ്ക്ക് നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ആകെ മൂഡ് ഓഫ് ആണ്. അന്നേരം ഡ്രൈവർ ചോദിക്കും, എന്താ മാഡം ഇന്ന് ആകെ വിഷമത്തിലാണല്ലോ എന്ന്. വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം എന്ന് പറയും. അന്നേരം അങ്ങനെ പറയുവാണ്, നമുക്ക് ഇന്ന് കോളേജിൽ മയക്കുമരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന ഒരാളെ പിടിക്കാൻ പോകണമെന്നല്ലേ പറഞ്ഞത്, അതിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇന്ന് എനിക്കൊരു മൂഡില്ല, മനസ്സിന് ഒരു ബലമില്ല, എന്തോ പോലെ, ഇതിനൊക്കെ ഇറങ്ങുമ്പം ഇത്തിരി പ്രിപ്പയർ ആയിട്ട് പോകണം, ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു സംഘർഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് അതിന് തയ്യാറെടുത്ത് നമുക്ക് പിന്നെ പോയാൽ മതി എന്നൊക്കെ പറയുന്നു. പിന്നെയും കാണിക്കുന്നത് അനന്തപുരി തന്നെയാണ്. അവിടെ പൂജകൾ നടക്കുകയാണല്ലോ. അങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവിടെ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ കത്തിച്ച് വെച്ചിരുന്ന നിലവിളക്ക് അണഞ്ഞു പോകുന്നത്. അന്നേരം മുത്തശ്ശിക്ക് ആകെ വിഷമം, അയ്യോ കാറ്റൊന്നുമില്ലാതെ വിളക്ക് അണഞ്ഞു പോയല്ലോ എന്നിങ്ങനെ വിഷമത്തോടെ പറയുമ്പം ആ പൂജാരി പറയുന്നുണ്ട്, ഈ വിവാഹ നിശ്ചയം നടത്തുന്നതിൽ ആർക്കൊക്കെ എതിർപ്പുണ്ട്, അതാണ് ഈ കാണിക്കുന്നത് എന്ന്. അന്നേരം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുക, ഈശ്വര, അതെൻ്റെ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നത്, തമ്പുരാനെ എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം ഒന്ന് മുടക്കി തരണേ എന്ന്. ഏതായാലും എല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും ദേവയാനി പോയി വിളക്ക് ഒന്നുകൂടെ കത്തിച്ചു വെക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പൂജകളൊക്കെ നടക്കുന്നു. അങ്ങനെ മോതിരം പൂജിച്ചെടുത്ത് മുത്തശ്ശൻ്റെ കയ്യിലോട്ട് കൊടുക്കും. മുത്തശ്ശൻ മോതിരം രണ്ടുപേരുടെയും കയ്യിലേക്ക് കൊടുക്കുവാണേ. ഈ സമയം പുറത്ത് നമ്മുടെ വേണുവും കുടുംബവും വന്നിട്ടുണ്ട്. വേണു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറയുവാണ്, നല്ല കട്ടിയുള്ള 2-3 ബനിയൻ ഞാൻ അകത്തിട്ടിട്ടുണ്ട്, തല്ല് കിട്ടുവാണെങ്കിലും ഒരുപാട് ചതവുണ്ടാകാതിരിക്കാൻ നമ്മൾ നോക്കണമല്ലോ എന്ന്. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, തല്ല് കിട്ടുവാണെങ്കിലും നല്ല രീതിയിൽ അലമ്പിക്കണം, ഈ വിവാഹ നിശ്ചയം നമുക്ക് ഇവിടുന്ന് അലമ്പിയിട്ടേ ഇറങ്ങി പോകാവുള്ളൂ എന്ന് പറയുമ്പം ഇനിയിപ്പോൾ കഴിഞ്ഞ് കാണുമായിരിക്കുമോ എന്ന് ചോദിക്കുവാണ് രേവതി. അന്നേരം കഴിഞ്ഞ് കാണത്തൊന്നും ഇല്ലെന്നേ, ഏതായാലും കഴിഞ്ഞാൽ തന്നെ അതും നമുക്ക് കോടതിയിൽ പറയാനുള്ള ഒരു കാരണമായി, അതുകൊണ്ട് എല്ലാം മനസ്സിൽ കരുതി കയറി പോരെ എന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, ആ വക്കീൽ പഠിച്ച കള്ളനാണ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നന്ദുവിനെ അയാൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അയാൾ ഈ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിന് നമ്മളെ കരുവാക്കുമായിരുന്നു, ഇനി നമുക്ക് അതിന് നിന്ന് കൊടുക്കരുത് എന്ന് പറയുമ്പം അതൊക്കെ നമ്മൾ തീരുമാനിച്ച കാര്യമാണല്ലോ, ഏതായാലും പോരെ, തല്ലുകൊള്ളാൻ തയ്യാറായിട്ട് പോരെ എന്ന് പറഞ്ഞ് വേണു അകത്തേക്ക് കയറി പോകുന്നു. അവർ രണ്ടുപേരും കൂടെ ഉണ്ടേ കൂടെ.
ഏതായാലും മുത്തശ്ശൻ്റെ കയ്യിലോട്ട് കിട്ടിയ മോതിരം രണ്ടുപേരുടെയും കയ്യിലോട്ട് കൊടുക്കുന്നു. വളരെ മടിച്ചാണ് ആ മോതിരം കയ്യിലോട്ട് മേടിക്കുന്നത് അനി. എന്നിട്ടിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണേ. കൈയൊന്നും നീട്ടി കൊടുക്കുന്നൊന്നുമില്ല. അവന്തികയാണെങ്കിൽ ദേ ഇപ്പം ഇട്ടേക്കാം എന്ന് ഓർത്തിങ്ങനെ കയ്യിൽ മോതിരം ഇടാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം നീ എന്താടാ കൈ നീട്ടി കൊടുക്കാത്തത് എന്ന് അജയൻ ചോദിക്കും. അങ്ങനെ വിഷമിച്ച് അനി അങ്ങ് കൈ നീട്ടുന്നു. മോതിരം ഇടാൻ തുടങ്ങുന്നതേക്കും നിർത്ത് എന്ന് പറഞ്ഞ് വേണു അങ്ങോട്ട് കയറി വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ കാണിക്കുന്നത്? കോടതിയിൽ കേസ് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, നിന്നോടും ഭാര്യയോടും മോളോടും എൻ്റെ വീടിൻ്റെ പടി കടന്നേക്കരുത് എന്ന് പറഞ്ഞതാണ്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പം ഇതുപോലൊരു കാര്യം നടക്കുമ്പം പിന്നെ ഞങ്ങൾ വരണ്ടേ എന്ന് ചോദിക്കുവാണ് രേവതി. അന്നേരം അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല, നിന്നെയും നിൻ്റെ മകളെയും ഒക്കെ ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെച്ചതാണ് എന്ന് മുത്തശ്ശി പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു തരത്തില്ല, കോടതിയിലെ കേസ് തീരട്ടെ, എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും അയക്കുമോ, അതിനു മുമ്പ് ഇതൊന്നും നടത്താൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അതുപോലെ വേണു പറയുന്നുണ്ട്, നിങ്ങളുടെ മോൻ കെട്ടിയ താലിയാണ് എൻ്റെ മോളുടെ കഴുത്തിൽ കിടക്കുന്നത്, അതുപോലെ കല്യാണത്തിന് നിങ്ങളുടെ മോൻ ഇടിയിച്ച മോതിരമാണ് അവളുടെ വിരലേ കിടക്കുന്നത്, അതിനൊരു തീർപ്പാക്കിയിട്ട് ഇവിടെ വേറെ വിവാഹ നിശ്ചയം നടത്തിയാൽ മതി എന്ന് പറയും. അപ്പോഴത്തേക്കും മുത്തശ്ശന് ഇഷ്ടപ്പെടുകയില്ല, വന്ന് വേണുവിട്ട് ഒരു തല്ല് കൊടുക്കും. അന്നേരം വേണു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ഞങ്ങൾക്ക് നീതി കിട്ടണമെന്ന്. അന്നേരം ആദർശ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ മോൾക്ക് നീതി കൊടുക്കാൻ ഞങ്ങൾ എന്നെ ഇവിടെ നീതി വല്ലതും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഏതായാലും ഭയങ്കര ബഹളമാകുമ്പം അജയനും ജയനും ഒക്കെ പറയുന്നുണ്ട്, നിങ്ങളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയിട്ടാണെങ്കിലും ഞങ്ങൾ ഈ വിവാഹ നിശ്ചയം ഇവിടെ നടത്തുമെന്നൊക്കെ. അങ്ങനെ സംഘർഷമായ ഭരിതമായിട്ട് നിൽക്കുവാണ് കാര്യങ്ങൾ. ഇത്രയും നേരം മൂഡ് ഓഫ് ആയിട്ട് നിന്ന അനിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയും സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഭയങ്കര സങ്കടത്തിലാണ് അവന്തിക. ഏതായാലും ഇനിയും തല്ല് കിട്ടും, അവരെ അടിച്ച് പുറത്താക്കും, വേണുവിനെയൊക്കെ അടിച്ച് പുറത്താക്കും എന്നൊരവസ്ഥ വരുമ്പോഴേക്കും ദേ ഒരു ഓണടി കേൾക്കുന്നു. വന്ന് നിൽക്കുന്നത് പോലീസ് ജീപ്പാണ്. പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് നന്ദുവാണ്. നന്ദുവിനെ കാണുമ്പോഴേക്കും ഇങ്ങനെ ഇതിൻ്റെ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ആവുകയാണ് അനിയുടെ മുഖം. അത് അവന്തിക ശ്രദ്ധിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.